ഹായ്, വെൽക്കം ടു മൈ ചാനൽ. കുറച്ചധികം ദിവസമായി നമ്മൾ വൈറൽ ചാള ഫ്രൈ എങ്ങനെ ചെയ്യുമെന്ന് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. അതിന് നമുക്ക് ഇന്നാണ് എനിക്ക് കുറച്ച് നല്ല നെയ്ച്ചാളയൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് എൻ്റെയും ഫസ്റ്റ് അറ്റംപ്റ്റാണ്. നമുക്ക് നോക്കാം. അങ്ങനെ ചാളയൊക്കെ നമുക്ക് നന്നായിട്ട് വെട്ടിയാക്കി ക്ലിയർ ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും നമുക്ക് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. എന്നാലേ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. നമുക്ക് 2 സവാള വേണം, 1 തക്കാളി വേണം, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇതിന് വേണം. ആദ്യം നമുക്ക് പാനിൽ എണ്ണ ഒഴിക്കുക. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന അത്രയ്ക്ക് എണ്ണയൊന്നും വേണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരല്പം മസാലപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ മസാല. ഈ മെയിൻ മസാലയിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായി മിക്സ് ചെയ്ത് ഒരല്പം ഒന്ന് വഴന്ന് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായിട്ടൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. അത് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാല നല്ല രീതിയിൽ പരുവത്തിലാക്കാം. മസാല ഏകദേശം നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇതൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ഫിഷ് നമുക്ക് അടുക്കി വെക്കാം. സോറി ഗൈസ്, ഫിഷ് എടുത്ത് അടുക്കി വെക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പം നമുക്കതിനകത്തുള്ള മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ആ പുളി വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇത് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറച്ചു കൂടിയിട്ട് കുറച്ച് നേരം ഇട്ടതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. സത്യം പറഞ്ഞാൽ ഞാനത് ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റാണ്, രക്ഷയില്ല. ചോറ് കഴിക്കാൻ നമുക്ക് ഇതൊന്ന് 2 മീൻ മതി. വിശപ്പും ദാഹവും ഇല്ലാത്ത ഹണിമോള് വരെ നല്ല രീതിയിൽ ഇന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.